Good morning students, welcome to this video. Next configuration is common collector configuration. Common collector configuration means collector is common to both input and output. ഇവിടെ കോമൺ കളക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കളക്ടർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയി അത്തരം ഒരു കോൺഫിഗറേഷനെ വിളിക്കുന്ന പേരാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ രണ്ട് പടം വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ റെപ്രസെന്റ്സ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ യൂസിംഗ് NPN ട്രാൻസിസ്റ്റർ ആൻഡ് സെക്കൻഡ് ഫിഗർ റെപ്രസെന്റ്സ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ യൂസിംഗ് PNP ട്രാൻസിസ്റ്റർ. ഇപ്പോൾ ഇവിടെ രണ്ട് പടമുണ്ട്. ആദ്യത്തെ പടം NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തുള്ള കോമൺ കളക്ടർ കോൺഫിഗറേഷനും രണ്ടാമത്തത് PNP ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള കോമൺ കളക്ടർ കോൺഫിഗറേഷനുമാണ്. ഫസ്റ്റ് ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് ബേസിനും കളക്ടറിനും ഇടയിലാണ്. ഇൻപുട്ട് ഈസ് സപ്ലൈഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ട്രാൻസിസ്റ്ററിന്റെ എല്ലാവരും ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം. സാധാരണ NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ട്രാൻസിസ്റ്ററിന്റെ ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ട്രാൻസിസ്റ്റർ സിംബൽ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് ബേസിനും കളക്ടറിനും ഇടയിലാണ്. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ. ഉദാഹരണത്തിന് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് 1 വോൾട്ട് സൈൻ വേവ് ആണ്. സൈൻ വേവ് നമുക്കറിയാം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, 1 വോൾട്ട്. അത് അപ്ലൈ ചെയ്യുന്നത് ഏത് ടെർമിനലിന് ഇടയിലാണ്? അത് അപ്ലൈ ചെയ്യുന്നത് ബേസിനും കളക്ടറിനും ഇടയിലാണ് ഈ 1 വോൾട്ടിന്റെ സൈൻ വേവ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിനും കളക്ടറിനും ഇടയിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെയാണ്? ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്റർ. ഇതാണ് എമിറ്റർ. ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെയാണ്. എമിറ്ററിനും കളക്ടറിനും ഇടയിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കൊടുത്തത് ബേസിനും കളക്ടറിനും ഇടയിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ. രണ്ടിടത്തും കോമൺ ആയിട്ട് കളക്ടർ വരും. അതുകൊണ്ട് ഇതിനെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. ഹിയർ കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ദസ് ദ നെയിം കളക്ടർ കോൺഫിഗറേഷൻ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിനും കളക്ടറിനും ഇടയിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് കളക്ടർ വരുന്നു. അതുകൊണ്ട് ഇതിനെ കോമൺ കളക്ടർ എന്ന് വിളിക്കും ഈ കോൺഫിഗറേഷനെ. അപ്പോൾ ആദ്യമേ പറയാം, ഇൻപുട്ട് ഈസ് സപ്ലൈഡ് ബിറ്റ്വീൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ base and collector. Base and collector. Output signal is taken between collector and emitter. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന ബേസിനും കളക്ടറിനും ഇടയിൽ, ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ. രണ്ടിടത്തും കോമൺ ആയിട്ട് കളക്ടർ വരുന്നു. അങ്ങനെയാണ് ഇതിന് കോമൺ കളക്ടർ എന്ന പേര് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കണം. ഈ സർക്യൂട്ടിന്റെ, ഈ കോൺഫിഗറേഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കണം. What are the characteristics of this common collector configuration എന്ന് നമ്മൾ പഠിക്കണം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത്, ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ കുറവാണ്, ലോ ആണ്. വോൾട്ടേജ് ഗെയിൻ ഈസ് ലോ.
പിന്നെ വോൾട്ടേജ് ഗെയിൻ കുറവാണ്. വോൾട്ടേജ് ഗെയിൻ ഈസ് ലോ എന്നാണ് എഴുതിക്കുന്നത്, സ്ലോ എന്നല്ല. വോൾട്ടേജ് ഗെയിൻ കുറവാണ്. എന്തു ഈ വോൾട്ടേജ് ഗെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുക്കുന്നു. ഇൻപുട്ടിൽ കൊടുത്തത് 1 വോൾട്ട്. ഇനി ഔട്ട്പുട്ടിൽ കിട്ടുന്നത് നോക്കുന്നു. ഈ കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ടിലും ഏകദേശം 1 വോൾട്ട് ആണ് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏകദേശം 1 വരും. ഇൻപുട്ട് വോൾട്ടേജ് എത്ര കൊടുത്തത്? 1. അപ്പോൾ വോൾട്ടേജ് എത്ര? 1 ആണ്. അത് വളരെ കുറവാണ്. സാധാരണഗതിയിൽ 1 ഒന്നുമല്ല വരേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ കുറവാണ്. ഇപ്പോൾ കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായി. വോൾട്ടേജ് ഗെയിൻ കുറവാണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, വി ആർ ഗിവിംഗ് 1 വോൾട്ട് സിഗ്നൽ ടു ഇൻപുട്ട്, then we get 1 volt at the output. Then voltage gain is equal to output voltage divided by input voltage. Here output voltage is 1 volt and input voltage is also 1 volt. Then voltage gain is equal to 1 by 1 volt. 1 volt in the gain എന്ന് പറയുമ്പോൾ ഗെയിനേ ഇല്ല. അപ്പോൾ കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ വോൾട്ടേജ് ഗെയിൻ ലോയാണ് വോൾട്ടേജ് ഗെയിൻ. പക്ഷേ കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. ഓക്കെ, കറണ്ട് ഗെയിൻ ഹൈ ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ലോ ആണ്, കറണ്ട് ഗെയിൻ ഹൈ ആണ്. ഇനി അടുത്ത അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈയും ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോയുമാണ്. ഇൻപുട്ട് ഇംപിഡൻസ് ഹൈയും ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോയുമായിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോയുമായിരിക്കും. ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോ ആണ്. ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആണ്. ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ഹൈ ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ലോ. ഇനി വേറൊരു കാര്യം, എന്ന് പറയുന്നത്, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഏകദേശം 1 വോൾട്ടാന്ന് പറഞ്ഞു. വോൾട്ടേജ് ഗെയിൻ ഏകദേശം 1 ആയിരിക്കും. ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഗെയിൻ കുറവാണ്. വോൾട്ടേജ് ഗെയിൻ 1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ വളരെ കുറവാണ്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിന്റെയും ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന്റെയും ഫേസ് സെയിം ആയിരിക്കും. ഫേസ് സെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സെയിം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നലിന്റെ ആദ്യത്തെ ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് ആണ്. ഔട്ട്പുട്ടിൽ കിട്ടിയ സിഗ്നലിന്റെയും ആദ്യത്തെ ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ബോത്ത് സിഗ്നൽസ് ആർ ഇൻ സെയിം ഫേസ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയണമെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടിയത് തലതിരിഞ്ഞ് വരണമായിരുന്നു. അതായത് ആദ്യം നെഗറ്റീവ് വരണമായിരുന്നു.
പക്ഷേ ഇവിടെ രണ്ട് സിഗ്നലിന്റെയും ഇൻപുട്ട് സിഗ്നലിന്റെയും ഔട്ട്പുട്ട് സിഗ്നലിന്റെയും ആദ്യത്തെ ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം രണ്ടും സെയിം ഫേസിലാണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻപുട്ട് സിഗ്നൽ and output signal are in same phase. രണ്ട് സിഗ്നലും സെയിം ഫേസിലാണ്. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും സെയിം ഫേസിലായിരിക്കും. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും സെയിം ഫേസിലായിരിക്കും. രണ്ടിന്റെയും ആദ്യം ഇവിടെ എന്തായിരുന്നു? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ഇനി ഈ സർക്യൂട്ടിന് വേറൊരു പേര് പറയും, കോമൺ കളക്ടർ കോൺഫിഗറേഷന് വേറൊരു പേര് പറയും എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ ഈ സർക്യൂട്ടിന്റെ വേറൊരു പേരാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയും. ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അനുയായി എന്നാണ്. അനുയായി. ഓക്കെ, നേതാവിന്റെ പാത പിന്തുടരുന്നവരാണ് അനുയായി. ഇതിനെ അങ്ങനെ വിളിക്കാൻ കാരണം, എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്ത ഔട്ട്പുട്ടിൽ കിട്ടുന്ന എത്രയാണ്? 1 വോൾട്ട് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി ഫേസോ, ഇൻപുട്ടിന്റെ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഔട്ട്പുട്ടിന്റെ ആദ്യം എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഫേസും തുല്യമാണ്. ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഫേസും തുല്യമാണ്. ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഫേസും സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് input, magnitude and phase input and output are same. ഇൻപുട്ട് സിഗ്നലിന്റെയും ഔട്ട്പുട്ട് സിഗ്നലിന്റെയും മാഗ്നിറ്റ്യൂഡും ഫേസും സെയിം ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 1 കൊടുത്താൽ ഔട്ട്പുട്ട് എത്ര കിട്ടും? 1 കിട്ടും. ഫേസ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഔട്ട്പുട്ടിന്റെ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടിനെ മാഗ്നിറ്റ്യൂഡിലും ഫേസിലും ഫോളോ ചെയ്യുന്നു. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, ഫേസും തുല്യമാണ്. നമുക്ക് പറയാം ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഔട്ട്പുട്ട് ഇൻപുട്ടിനെ മാഗ്നിറ്റ്യൂഡിലും ഫേസിലും പിന്തുടരുന്നു. കാരണം രണ്ടും തുല്യമാണ്. ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും 1 വോൾട്ട് ആണ്. ഫേസും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഫോളോ ചെയ്യുന്നു. ഇനി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സർക്യൂട്ടിന് വരുന്ന പേരാണ് എമിറ്റർ ഫോളോവർ. ഈ സർക്യൂട്ടിന്റെ വേറൊരു പേരാണ് എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ Okay. The circuit is also known as emitter follower because output follows input in magnitude and phase. ഔട്ട്പുട്ട് ഇൻപുട്ടിനെ മാഗ്നിറ്റ്യൂഡിലും ഫേസിലും പിന്തുടർന്നുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എമിറ്റർ ഫോളോവർ. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയിലാണ്. ഓക്കെ.
ഇനി നമ്മൾ അറിയേണ്ടത് ഇതിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്രയാണ്. ഇതിന്റെ ഔട്ട്പുട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് ഏതാ? എമിറ്റർ കറണ്ട്. ഇൻപുട്ടിലെ കറണ്ട് ഏതാ? ബേസ് കറണ്ട്. ഓക്കെ, ഔട്ട്പുട്ടിലെ കറണ്ട് എമിറ്റർ കറണ്ട്, ഇൻപുട്ടിലെ കറണ്ട് ഏതാണ്? ബേസ് കറണ്ട്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സിമ്പല് ഗാമയാണ്. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്? IE. ഇൻപുട്ട് കറണ്ട് എത്ര? IB. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഗാമ ഈസ് ഈക്വൽ ടു IE ബൈ IB. ഓക്കെ, ഇതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ IE ബൈ IB. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ വോൾട്ടേജ് ഗെയിൻ ലോ ആണ്. That is approximately equal to unity. That is approximately equal to 1. Close to 1. ഏകദേശം 1 അടുത്ത് വരും വോൾട്ടേജ് ഗെയിൻ. കറണ്ട് ഗെയിൻ ഹൈ ആണ്. ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് ലോ ആണ്. ഇൻപുട്ട് സിഗ്നലിന്റെയും ഔട്ട്പുട്ട് സിഗ്നലിന്റെയും ഫേസ് സെയിം ആണ്. അങ്ങനെ ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഫേസും സെയിം ആണ്. ഔട്ട്പുട്ട് ഇൻപുട്ടിനെ മാഗ്നിറ്റ്യൂഡിലും ഫേസിലും ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന്റെ വേറൊരു പേരാണ് എമിറ്റർ ഫോളോവർ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് IE ബൈ IB ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഒന്നുമല്ല, ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ്. ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ അല്ല. ഈ സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ്. ഇംപെഡൻസ് മാച്ചിങ് എന്താണെന്ന് തൽക്കാലം അറിയണ്ട, കാരണം നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ.